എക്സ്റ്റേണൽ മാർക്കിന്റെ പേരിൽ ഇന്ത്യൻ ബിരുദധാരികൾക്ക് യുഎഇയിൽ തുല്യതാ സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായി. മാർക്ക് ലിസ്റ്റിൽ എക്സ്റ്റേണൽ ഇന്റേണൽ മാർക്കുകൾ രേഖപ്പെടുത്തിയവർക്കും ഇനി മുതൽ തുല്യതാ സർട്ടിഫിക്കറ്റ് ലഭിക്കുമെന്ന് അബുദാബിയിൽ ഇന്ത്യൻ എംബസി അറിയിച്ചു. നൂറുകണക്കിന് ഇന്ത്യൻ അധ്യാപകർക്ക് ഈ പ്രശ്നത്തിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ പ്രൈവറ്റായി ബിരുദം നേടിയവരുടെ പ്രശ്നം തുടരുകയാണ്. UGC അംഗീകരിച്ച മൂല്യനിർണ്ണയ രീതിയാണ് ഇന്റേണൽ എക്സ്റ്റേണൽ മാർക്കുകളെന്ന് UAE വിദ്യാഭ്യാസ മന്ത്രാലയത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞ സാഹചര്യത്തിലാണ് ഇത്തരം മാർക്ക് ലിസ്റ്റുള്ളവർക്കും തുല്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ തീരുമാനമായതെന്ന് ഇന്ത്യൻ എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഇന്ത്യൻ അംബാസഡർ നവദീപ് സിംഗ് സൂരിയും UAE വിദ്യാഭ്യാസ മന്ത്രി ഹുസൈൻ ബിൻ ഇബ്രാഹിം അൽ ഹമ്മാദിയും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നേരത്തെ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജും ഈ പ്രശ്നം UAE അധികൃതരെ അറിയിച്ചിരുന്നു. എന്നാൽ യൂണിവേഴ്സിറ്റികളിൽ പ്രൈവറ്റായി റെഗുലർ ബിരുദം നേടിയവരുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. പഠനരീതി പ്രൈവറ്റ് എന്ന് യൂണിവേഴ്സിറ്റികൾ രേഖപ്പെടുത്തുന്നതിനാൽ ഇത്തരം ബിരുദധാരികൾക്ക് UAE തുല്യതാ സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല. എക്സ്റ്റേണൽ മാർക്കിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടെങ്കിലും അറബിക് കോളേജിൽ നിന്നും പാരലൽ കോളേജിൽ നിന്നും റെഗുലർ ബിരുദം നേടിയ അധ്യാപകരുടെ ജോലി ഇപ്പോഴും ഭീഷണിയിലാണ്. മൊയിനുദ്ദീനൊപ്പം ഷിനു ഷംസുദ്ദീൻ, മീഡിയ 1 അബുദാബി.